മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാരിനെതിരെ എൽഡിഎഫ് കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പുതിയ കോട്ട കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോട്ടച്ചേരിയിൽ സമാപിച്ചു. തുടർന്ന് പെട്രോൾ പമ്പിൽ എതിർവശത്ത് ചേർന്ന പ്രതിഷേധ യോഗം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വസ്തുതാപരമല്ലാത്തതുമാണ് എന്ന് NIA കോടതി കൃത്യമായി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം നൽകിയത്. മനുഷ്യക്കടത്ത് എന്നതിനെ കുറിച്ച് കുറ്റപത്രം അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന സമയത്ത് കൃത്യമായി തെളിയിക്കാൻ അത് പരിശോധിക്കാൻ കഴിയും എന്ന നിലയിലാണ് NIA കോടതി പറഞ്ഞത്. ഈ നിലയിൽ നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ കടന്നാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കപ്പെട്ടുള്ളത് വിചാരധാരയിലാണ്. ആ വിചാരധാര എന്ന് പറയുന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ആ BJP ഗവൺമെന്റ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ 19, 20, 21 അധ്യായങ്ങൾ പറയുന്നത് ആഭ്യന്തര ഭീഷണികളെ കുറിച്ചാണ്. ചടങ്ങിൽ CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ അധ്യക്ഷനായി. LDFിലെ വിവിധ കക്ഷി നേതാക്കളായ സ്റ്റീഫൻ ജോസഫ്, PP രാജു, കരീം ചന്ദേര, KV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തങ്കയമുക്കിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് ഇവിടെ നടത്തിയ പ്രതിഷേധ യോഗം LDF കാസർഗോഡ് ജില്ലാ കൺവീനറും CPM സംസ്ഥാന സമിതി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ ആക്ഷൻ അത് പുതിയ കാലം. ഞങ്ങൾ പറയുന്നത് ഇടപെട്ടം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഇത് ഇന്ത്യ എന്ന ആശയത്തിന്റെ പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത, ആ പാരമ്പര്യം സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ എല്ലാ മത ജാതി സംവിധാനങ്ങളെ എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തിയ ഒരു മഹാപാരമ്പര്യം ഇന്ത്യ കൊണ്ട് അറിയാതെ അതാണ് സ്വാതന്ത്ര്യ പോരാട്ടം. അല്ല, എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. ഇല്ലാത്തൊരു പാർട്ടിയാണ് സഹോദരന്മാർക്ക് ദേഷ്യം വരുന്നത്. ബാക്കി എല്ലാ പാർട്ടിക്കാരുണ്ട്, ബാക്കി എല്ലാ പാർട്ടിയും വരുന്നത്. പക്ഷേ RSS ഇല്ല. ഇവരുടെ മതവിഭാഗങ്ങൾ, ഇവരുടെ വംശജർ അവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇന്ത്യ ഉണ്ടായത്. ചടങ്ങിൽ RJD മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷനായി. വിവിധ പാർട്ടി നേതാക്കളായ P ഭാർഗവി, VV കൃഷ്ണൻ, TV ബാലകൃഷ്ണൻ, C ബാലൻ, KM ബാലകൃഷ്ണൻ, AG ബഷീർ, TV ഗോവിന്ദൻ, രവീന്ദ്രൻ മാണിയാട്ട്, രതീഷ് പുതിയടത്ത്, E നാരായണൻ എന്നിവർ സംസാരിച്ചു. E കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.